ദൈർഘ്യമുള്ള ഓട്ടവും ആരംഭിക്കുന്നത് ഒരു ചുവടുവയ്പോടു കൂടിയാണ്. അവസരങ്ങളുടെ ലോകത്തേക്കുള്ള ശക്തമായ പെൺ ചുവടുവയ്പ്, അതാണ് റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Chungat Jewelry Red Carpet. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ മറ്റാരെയുമല്ല ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ എല്ലാം സ്വന്തം, നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ആണെന്ന് ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഗായികയാണോ എന്ന് ചോദിച്ചാൽ ഗായികയാണ്, നായികയാണോ എന്ന് ചോദിച്ചാൽ നായികയാണ്, നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയ റിമി ടോമി. ഞാൻ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. വളരെ സീരിയസ് ആയിട്ട് എനിക്ക് ഉത്തരം തരണം, കാരണം ഒരു വിദ്യാർത്ഥിയുടെ മനസ്സാണ് എനിക്കിപ്പോ. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കുന്നത്. അതായത് ഒരു ആങ്കറിന് വേണ്ട എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്? എങ്ങനെയാണ് ആൾക്കാരെ കയ്യിലെടുക്കാൻ ചേച്ചിക്ക് ഇങ്ങനെ പറ്റുന്നത്? ആദ്യമായിട്ട് ആങ്കർ ഇപ്പൊ ഒരു കേരളത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ആങ്കർ ആണെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം. ഓക്കെ അക്ഷരസ്ഫുടമായിട്ട് സംസാരിക്കണം. എങ്ങനെ? അക്ഷരസ്ഫുടത ഉണ്ടായിരിക്കണം, അക്ഷരപുഷിരല്ല. ഞാൻ എന്തായാലും റിമി ചേച്ചിയുടെ പാത തുടരാനുള്ള ശ്രമത്തിലാണ്. എന്നെ അനുഗ്രഹിച്ചാലും നന്നായി വരട്ടെ. മേക്ക് ഓവറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതായത് റിമി ടോമിനെ നമ്മൾ കാണുമ്പോൾ ഉണ്ടായിരുന്നു റിമി ടോമി അല്ല ഇപ്പോഴത്തെ റിമി ടോമി. എന്ത് പറ്റി? അതാണ് കണ്ണാടി ഇവിടെ നോക്കട്ടെ. അതാണ് എനിക്ക് ചോദിക്കാത്, എന്താണ് പറ്റിയത് ഈ റിമി ടോമിക്ക്? ഇത് എന്ത് പറ്റി? ഓരോ സ്റ്റേജിൽ വരുമ്പോഴും ഓരോ രൂപമാണ്. എങ്ങനെയാണ് ഈ ഒരു രൂപത്തിലേക്ക് എത്തിയത്? സ്വന്തം തീരുമാനമായിരുന്നോ അതോ ആൾക്കാരുടെ നിരന്തരമായ പ്രഷർ കൊണ്ടാണോ? എന്താണ്? അങ്ങനെ ആൾക്കാർ നിരന്തരമായ പ്രഷർ ചെലുത്തിയൊന്നുമില്ല. മാറൂ മാറ്റത്തിന് വിധേയമാകൂ എങ്ങനെ പറഞ്ഞ് മേക്ക് ഓവർ ചെയ്യൂ അങ്ങനെ നിർബന്ധിച്ചൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ഒരു മേക്ക് ഓവർ എനിക്ക് തോന്നുന്നത് കുറച്ച് മെലിഞ്ഞു തുടങ്ങിയപ്പോഴാണ്. അത് ഇപ്പം നമ്മളിപ്പോൾ എന്ത് ഭയങ്കരമായ സ്റ്റൈൽ മേക്കപ്പ് ഇട്ടാലും എന്ത് ഭയങ്കരമായ ഡ്രസ്സ് ഇട്ടാലും നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിൽ ഒരുപാട് ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ ഏത് ചെയ്താലും ചേരാത്ത പോലെ വരും. അപ്പം അതൊക്കെ ഞാനൊരു ഇപ്പൊ പെട്ടെന്ന് മെലിഞ്ഞല്ലോ, കുറെ വർഷങ്ങളായിട്ട് തന്നെ അങ്ങനെ മെലിഞ്ഞ്. പിന്നെ മേക്കപ്പ്, അതായത് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വന്ന് പിന്നെ നല്ല കോസ്റ്റ്യൂംസിൽ പല പല വെറൈറ്റീസ് ട്രെൻഡി ആയിട്ടുള്ള അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കൊരു 15 വർഷം മുമ്പ് വരെ ഞാനൊരു 16 വയസ്സിലാണ് ശരിക്കും പാടാൻ തുടങ്ങിയത്. 18 വയസ്സിലാണ് ചിങ്ങമാസമൊക്കെ പാടുന്നത്. അവിടുന്ന് ഒരു 5 വർഷം കൂടെ ആ ഒരു സമയം വരെ പോണിയെ കിട്ടുള്ളൂ. അതും പിന്നെ ഒരു പാവാട, എപ്പോ എങ്ങനെ ഏത് ഡ്രസ്സാണെങ്കിലും ഒരു ചന്ദനം മസ്റ്റ് അല്ലെങ്കിൽ കുങ്കുമം അതൊക്കെ കയ്യിൽ വെച്ചേക്കും. ശരിക്കും പറഞ്ഞ 8-10 വർഷത്തിനുള്ളിലാണ് ഒരു പതുക്കെ നമ്മൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ പല പല ഡ്രസ്സ് ഇടുമ്പോഴും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പല പല സ്റ്റൈലിൽ ചെയ്യുമ്പോഴും അപ്പൊ നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലർ ഇപ്പോഴും പറയും ആ തടിയുള്ളതാണ്, പക്ഷെ അതൊക്കെ ഞാൻ മൈൻഡ് ഇതാണ് അല്ല, ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഇപ്പൊ ശ്വാസിക്ക് അറിയാൻ പറ്റും, എനിക്കറിയാൻ പറ്റും ഏതായിരിക്കും നമ്മളെ കാണാൻ ഏറ്റവും കോംപ്ലിമെന്റ്സ് കിട്ടുന്ന ഏതായിരിക്കും, എങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലത്. എന്തായാലും ഓക്കെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ ആ ഒരു മേക്ക് ഓവറിലേക്ക് എത്തിച്ചു. നായികമാരൊക്കെ കണ്ടു കൊതിക്കുന്ന രീതിയിലാണ് റിമി ടോമിയുടെ മേക്ക് ഓവർ. കുറെ മഞ്ഞ പത്രക്കാരൊക്കെ ഞാൻ അടി വെച്ചിട്ടുണ്ട്. എന്താ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്? എനിക്കൊരു ഡയമണ്ടിന്റെ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു തന്നെ. ബ്രേസ്ലെറ്റ് ഓക്കെ വാങ്ങിച്ചാ മതി. റെഡി? ആവശ്യത്തിന് ഞാൻ പൊക്കി വിട്ടു, ഇതിൽ കൂടുതൽ പൊക്കാനില്ല. അങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മൾ കുറെ നേരം വിശേഷങ്ങൾ പറഞ്ഞു വിശേഷങ്ങളൊക്കെ തീർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ അതിൽ നിന്ന് വഴിതിരിക്കാനായിട്ട് ഒരു ഗെയിം സെക്ഷനിലേക്ക് കടക്കാൻ പോവാണ്. ഒയ്യോ, ഇവിടെ ഗെയിം എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഗെയിം അല്ല കേട്ടോ. നമ്മളിവിടെ കുറച്ച് ക്ലൂസ് ഒക്കെ തരും. അതൊക്കെ ആ ഒരു വിഷ്വൽ ക്ലൂ ആണ്. അത് കണ്ടിട്ട് ആ ഒരു ഫിലിം ഐഡന്റിഫൈ ചെയ്യണം. നോക്കാം. സിമ്പിൾ. ഓക്കെ.
എന്റെ ആ എൽ എന്ന് ഉദ്ദേശിക്കണ്ടോ 1 2 3 4 എൽ ദാറ്റ് മീൻ എൽസ് എൽസ് ലോട്ട്സ് ഓഫ് എൽസ്. ഇത് വെറൈറ്റി ആയിട്ടുണ്ട് കാരണം മറ്റേ സിനിമ പേര് ഐഡന്റിഫൈ ചെയ്യുന്ന ഞാൻ ഓർത്ത് കുറച്ച് ഡയറക്ടേഴ്സും വേറെ നടനും നടിയൊക്കെ കാണിക്കുക അങ്ങനെയല്ല. നിങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള പരിപാടിയാണ്. അടുത്ത ക്ലൂ വരട്ടെ. അയ്യോ ഇതെന്തുവാ? 2 ബഹിരാകാശം, 2 ചോക്ലേറ്റ്. അല്ല ചന്ദ്രൻ. ചന്ദ്രൻ. ചന്ദ്രേട്ടൻ അല്ല ചന്ദ്രൻ 2 ചോക്ലേറ്റ്. ചോക്ലേറ്റ് എവിടെയാ അവിടെ എഴുതിയേക്കുന്നത്? നോക്കൂ കുട്ടി, എന്താണ് എഴുതിയേക്കുന്നത്? സിൽവർ. അയ്യോ ചോക്ലേറ്റിന്റെ ബോക്സ് പോലെ തോന്നി. സിൽവർ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മള് സിൽവർ വെള്ളി. വെള്ളി വെള്ളി വെള്ളി. ചന്ദ്രൻ വെള്ളി വെള്ളി വെള്ളിത്തിങ്കൾ. വെള്ളിത്തിങ്കൾ. വെള്ളിത്തിങ്കളല്ല, അതേപോലെ തന്നെ അടുത്തെത്തി. ചൂട് ചൂട് ചൂട്. വെള്ളി ടു തിങ്കൾ. തിങ്കൾ തിങ്കൾ മുതൽ വെള്ളി വരെ. അതെ, തിങ്കൾ മുതൽ വെള്ളി വരെ. തിങ്കൾ മുതൽ വെള്ളി വരെ പറയുന്നത് ചാടി ഇത് കണ്ടുപിടിക്കുന്നതിന്റെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ഇതാണ്. ഇവിടെ വന്ന പിന്നെ ഇന്നല്ല ഇത്രയും തല വർക്ക് ചെയ്തിട്ടുള്ള. ഞാനും ആദ്യം വന്ന് കണ്ടപ്പോ വിചാരിച്ചു എന്താണ് സംഭവം. ഞാൻ പൈസ വേറെ വേറെ ആക്കുന്ന ഉദ്ദേശം ഇംഗ്ലീഷ്. മണി മണി. ഓക്കെ. മണി ചിത്ര. ചായ ഉണ്ടോ? മണി ചിത്ര. ഭയങ്കര സ്ട്രെയിൻ ആണ് കേട്ടോ. പക്ഷെ അസലായിട്ട് കളിച്ചു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് നമ്മുടെ മെയിൻ സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മൾ ചേച്ചീനെ നമ്മൾ കൊണ്ടുവന്നിട്ട് വെറുതെ ഇരുത്തും എന്ന് വിചാരിക്കണ്ട. വെറുതെ ഇരുന്നിട്ടില്ലല്ലോ, നല്ല പണി തരും. ആട് പോലെ പണിയിപ്പിക്കല്ലേ. ഇരിക്കാൻ സമയം തന്നിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും കുറച്ചു നേരം റെസ്റ്റ് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു പെർഫോമർ പട്ടിയെ പോലെ പണിയെടുപ്പിക്കാന്ന് പറയുന്നത്. അതെ അതെ, ആ പഴഞ്ചൊല്ല് ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? പക്ഷെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. അതെ. അപ്പൊ നമുക്ക് ലോക്ക്ഡൌൺ കാരണം എന്റെ കഴിവ് ഇങ്ങനെ തുരുമ്പിച്ച് വരികയായിരുന്നു, അത് ഇന്ന് ഉണർത്തിയെടുക്കാൻ സാധിച്ചു. അത് എല്ലാത്തിനും ഞാൻ തന്നെ വേണം ചെയ്യാ. അപ്പൊ എന്തായാലും റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥി ക്ഷണിക്കുന്നതിന് മുമ്പ് അവരുടെ ഒരു വീഡിയോ പ്രൊഫൈൽ നമുക്ക് കാണാം. തീർച്ചയായിട്ടും. റെഡി? നമസ്കാരം, എൻ്റെ പേര് വിധു കൃഷ്ണ. ഞാൻ ഫ്ലൂട്ടിൽ ഇപ്പോൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛനാണ് എന്നെ പഠിപ്പിക്കുന്നത്. കുഞ്ഞുനാളിലെ മുതലേ പഠിക്കണമെന്നുള്ള ആഗ്രഹം അങ്ങനെ ഇല്ലായിരുന്നു, പക്ഷേ എങ്ങനെയെങ്കിലും വായിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. മെനക്കെടാനായിട്ട് അത്ര ഇതില്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പയ്യെ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഒരു 9ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ ഫ്ലൂട്ട് പഠിക്കുന്നത്. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് രാജു പനക്കൽ. പരിപാടിക്ക് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അച്ഛൻ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഇതാണ് എൻ്റെ അമ്മ. അമ്മയുടെ പേര് അജിത. അമ്മ ഹൗസ് വൈഫാണ്. ഇതാണ് എൻ്റെ ചേട്ടൻ, പേര് യദു കൃഷ്ണൻ. ഒരുപാട് ചെറുതിലൊന്നും അങ്ങനെ വായിക്കത്തില്ലായിരുന്നു. ഞാൻ നിർബന്ധിക്കുമെങ്കിലും വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. പിന്നെ ഏതാണ്ട് 9ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ് താല്പര്യം കാണിക്കുകയും പിന്നെ കുറേ അധികം പ്രാക്ടീസ് ചെയ്ത് വലിയ താമസിയാതെ തന്നെ ഒരു 4-5 വർഷം കൊണ്ട് പ്രോഗ്രാമിനൊക്കെ വായിക്കാൻ തുടങ്ങി. അമൃത ടിവിയുടെ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.
സോ ഇന്നും റിമി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട സംഗീത സാന്ദ്രമായിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് നമ്മൾ കാഴ്ചവെക്കാൻ പോകുന്നത്. പിള്ളേരാണല്ലേ? അത് നമ്മള് നമ്മുടെ ഈ ഫ്ലോറിൽ കൊണ്ടുവരാൻ പറ്റിയതൊക്കെ നമ്മുടെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും. എന്തായാലും കൂടുതൽ വിശേഷങ്ങളും പെർഫോമൻസും ആയിട്ട് നമ്മുടെ കുട്ടിയുടെ വെയിറ്റ് ചെയ്യണം. നമുക്ക് സ്വാഗതം ചെയ്യാം വിധു. വിധു, ഹൗ യു? എന്തൊരു പേടിയുള്ള പോലെ തോന്നുന്നു. പേടിയുണ്ടോ? അല്ല, സ്റ്റേജിലിരിക്കുമ്പോ കുറച്ച് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു വൈക്ലഭ്യം അല്ലേ, അത്രേ ഉള്ളൂ. റിമി ചേച്ചി. വിധു മോളെ, എന്നാ ഉണ്ട് വിശേഷം? ഹായ് ചേച്ചി. സുഖമായിട്ടിരിക്കുന്നു. സുഖം. എത്രയിലാ പഠിക്കുന്നേ? ഞാൻ ഡിഗ്രിക്ക്. ഡിഗ്രി. ഞാനൊരു കൊച്ചാന്ന് കേട്ടോ. ചിലപ്പോ ഈ സ്കൂൾ യൂണിഫോം പോലെ വന്നിട്ടായിരിക്കും. അതുപോലെ മോളെ, പാട്ടോ ഡാൻസോ ഒന്നും അല്ല, അതും ഫ്ലൂട്ട് കൈകാര്യം ചെയ്യുന്ന വളരെ ലേഡീസിൽ ഞാൻ കുറവാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ? അതെ, കുറവാണ്. വീണ, വയലിനിസ്റ്റ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഫ്ലൂട്ട് വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ? അതെ അതെ. എങ്ങനെയാ മോക്ക് ഇതിലോട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എപ്പോഴാ മോള് തിരിച്ചറിഞ്ഞത്? അത് ശരിക്കും പറഞ്ഞാൽ എന്നെ ചേട്ടനെ ഇങ്ങനെ കീബോർഡൊക്കെ പഠിപ്പിക്കാൻ വിടുമ്പോ ഒരു കുശുമ്പ് മുത്തിട്ടാണ് ഞാൻ എന്തെങ്കിലും പഠിക്കണോന്ന് വിചാരിച്ച് ഫ്ലൂട്ട് എടുത്ത് ആദ്യം വായിച്ചത്. അല്ല, കീബോർഡ് ആവാണ്ട് ഫ്ലൂട്ടിലോട്ട് പോകാൻ കാരണം ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് അച്ഛൻ പഠിപ്പിക്കും, പിന്നെ വീട്ടിലുണ്ട്. അതുകൊണ്ട് അച്ഛൻ പഠിപ്പിക്കുന്നുണ്ട്. അച്ഛൻ പ്രോഗ്രാം ചെയ്യുന്നതാണ്. അങ്ങനെ പറ, അല്ലെങ്കിൽ ചുമ്മാ ഒരു ഹോബിക്ക് വേണ്ടി പിള്ളേർക്ക് ഞാൻ ഫ്ലൂട്ട് പഠിക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ ഇതുപോലെ വെച്ചേക്കുമല്ലോ. വീട്ടിലില്ല, എടുത്ത് വായിച്ചു നോക്കാൻ നമ്മൾ നോക്കാറുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ചുമ്മാ വായിക്കാനും പറ്റില്ല, പഠിക്കണം. അപ്പൊ അച്ഛന്റെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ സംഭവമാണ് അല്ലേ? അതെ. അപ്പം ഫ്ലൂട്ടില് എന്തൊക്കെ, അതായത് ക്ലാസിക്കൽ മാത്രമാണോ അതെയോ എല്ലാ സോങ്സും ഫ്ലൂട്ടിൽ വായിക്കോ? ഞാൻ കൂടുതലായിട്ടും ഫ്യൂഷൻ പ്രോഗ്രാം ആണ് ചെയ്യുന്നത്. അത് ശരി. അപ്പൊ എന്തായാലും ആ പെർഫോമൻസിലേക്ക് കടക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റെഡി.
രോമാഞ്ചമൊക്കെ വന്നു. സത്യം ഞാൻ ഫസ്റ്റ് ടൈം ഒരു പെൺകുട്ടി ഇങ്ങനെ വായിക്കുന്നത് ഞാൻ കാണുന്നത്. ഓ, വിധുക്കുട്ടി തകർത്തു. കേട്ട് മതിയായില്ല, ഇനി എന്താ ഉള്ളേ? ഇനി ഒരു ചെയിൻ സോങ്. ആ ഓക്കെ, അപ്പൊ അതും കൂടി നമുക്ക് കേൾക്കാം. തകർത്തു. ശരിക്കും കാണുമ്പോ വിധുവിനെ കാണുമ്പോ ഒരു പാവം കുട്ടിയാണ്, ഭയങ്കര പേടിത്തൂരാണെന്നൊക്കെ തോന്നുമെങ്കിലും പാട്ടിന്റെ കാര്യത്തില് പുലിയാണ്, പുലി. അയ്യോ, അല്ല റിമി ചേച്ചി? എന്ത് പറയാനല്ലേ, എന്ത് നല്ല കണക്ട്. ആ ചെയിൻ സോങ്സ് ഒക്കെ മെഡ്ലി ഒക്കെ ഭയങ്കര. പ്രത്യേകിച്ച് അച്ഛൻ നല്ലൊരു മ്യൂസിഷ്യൻ ആയതുകൊണ്ട് അച്ഛന് നല്ലൊരു സപ്പോർട്ടുണ്ട്. പിന്നെ മോള് നല്ലൊരു മ്യൂസിക് സെൻസ് ഉള്ള കുട്ടിയാണ്. ഞാൻ ഇതിന്റെ ഇടയിൽ അത്ഭുതപ്പെട്ട് നമ്മളെ ആസ്വാദകരെ ഇങ്ങനെ ആ പാട്ട് ശരിക്കും ആ ഒറിജിനൽ പാട്ട് നമുക്ക് ഇവിടെ കേൾപ്പിച്ചു തരികയാണ് ഒരു ഫ്ലൂട്ടിലൂടെ. മോൾ അറിയപ്പെടുന്ന വലിയൊരു അല്ലെ നാളത്തെ ഒരു താരം മാറട്ടെ. പ്രത്യേകിച്ച് ശ്യാമമേഘ പാടിയത്
അത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത് അതെങ്ങനെയായിരിക്കും ഞാനത് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഗംഭീരേട്ടാ. താങ്ക് യു സോ മച്ച്. ആൻഡ് വിധു അസലായിട്ട് പാടി. നമുക്കൊരു ചെറിയൊരു പ്രസന്റ് ഉണ്ട്. രമി ചേച്ചി വിളിക്കാം. കൈ കൊടുക്കാതെയും കെട്ടിപ്പിടിക്കാതെ ഒക്കെ പറയുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട്. എന്തോ ഒരു അത്. അയ്യോ, അവരുതായിട്ട് എന്തോ ഒരു അകൽച്ച പോലെ. പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ടാണ്. പ്രേക്ഷകർക്ക് അത് സാഹചര്യത്തിന്റെ മനസ്സിലാവും. സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ ഞാൻ കെട്ടിപ്പിടിക്കാൻ പിഴിഞ്ഞെടുത്തേ. കുട്ടി വിചാരിക്കണം നന്നായി.